ഹലോ ഓൾ വെൽക്കം ബാക്ക്. ഇറ്റ്സ് മീ ശ്രീജിത്ത് കെ മാരാർ. അപ്പോൾ നമ്മൾ ജെൻഡർ സ്കൂൾ ആൻഡ് സൊസൈറ്റിയിലെ യൂണിറ്റ് 1 ആദ്യത്തെ 2 പോയിൻറ്റ്സ് ലാസ്റ്റ് ക്ലാസ്സിൽ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. അപ്പോൾ സെക്കൻഡ് ക്ലാസ്സിൽ എന്താണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്? അടുത്ത 2 പാർട്ടായിട്ടുള്ള പാട്രിയാർക്കി ആൻഡ് ജെൻഡർ, പിന്നെ സ്റ്റാറ്റസ് ഓഫ് വിമൻ ഇൻ ഡിഫറെൻറ്റ് ഏജസ്, ഏൻഷ്യൻറ്റ്, മിഡീവിയൽ ആൻഡ് കൊളോണിയൽ. ലാസ്റ്റ് ക്ലാസ്സിൽ ജെൻഡറും സെക്സും തമ്മിലുള്ള ഡിഫറൻസൊക്കെ നമ്മൾ പഠിച്ചു. അപ്പോൾ ആദ്യം ഇന്ന് നമുക്ക് പാട്രിയാർക്കിയും ജെൻഡറും എങ്ങനെയാണ് ലിങ്ക്ഡ് ആയിരിക്കുന്നത് എന്ന് നമുക്ക് പഠിക്കാം. ഓക്കെ, അപ്പോൾ എന്താണ് പാട്രിയാർക്കി എന്ന് നമ്മൾ ആദ്യം മനസ്സിലാക്കണം. എന്താണ് പാട്രിയാർക്കി? എല്ലാവർക്കും അറിയാം അല്ലേ? ഇറ്റ് ഈസ് എ സോഷ്യൽ സിസ്റ്റം വെർ മെൻ റൂൾ. സോ ഹിയർ ദ പവർ, ദ അതോറിറ്റി ആർ പ്രിഡോമിനൻ്റ്ലി ഹെൽഡ് ബൈ മെൻ. പുരുഷാധിപത്യം എന്ന് നമ്മൾ പറയുന്ന ആ ഒരു സംഭവമാണ്. മെൻ ആർ ജനറലി കൺസിഡേർഡ് ആസ് ബ്രെഡ് വിന്നേഴ്സ്, പ്രൊവൈഡേഴ്സ്, ഡിസിഷൻ മേക്കേഴ്സ്, ലീഡേഴ്സ് ഇൻ ദ സൊസൈറ്റി. അപ്പോൾ അത് ഒരുപാട് ഹിസ്റ്റോറിക്കൽ ആൻഡ് കൾച്ചറൽ കോണ്ടെക്സ്റ്റ് ഉണ്ട് ഫോർ ദ കമ്മിങ് ഓഫ് പാട്രിയാർക്കി എന്ന് പറയുന്നത്. ലൈക്ക് ഇൻ ഏൻഷ്യൻ ടൈംസ് നമ്മൾ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ അറിയാം, ഫിസിക്കലി ഇത്രയും കൂടിയും സ്റ്റൗട്ടായിട്ടുള്ളത് മെൻ ആയതുകൊണ്ട് ദേ ബിക്കെയിം ദ ഹണ്ടർ ഗാദറേഴ്സ് ആൻഡ് വിമൻ ജസ്റ്റ് സ്റ്റേ ഇൻ ദെയർ കേവ്സ്. ആ ഒരു തോട്ട് പ്രോസസ്സ് അത് കഴിഞ്ഞ് ബൈ ദ കമ്മിങ് ഓഫ് ഏജ് തിങ്സ് made it into a thing that men are the main part of a society, and women are just caregivers or supporters or homemakers എന്നുള്ളൊരു തോട്ടിലേക്ക് എത്തി. അപ്പോൾ അങ്ങനെയാണ് ആ ഒരു ഹിസ്റ്റോറിക്കൽ കൾച്ചറൽ റീസൺസ് വെച്ച്, ഒരുപാട് റീസൺസ് വെച്ചിട്ടാണ് പാട്രിയാർക്കൽ സൊസൈറ്റി കെയിം ഇൻ ടു പ്ലേ. അപ്പോൾ എങ്ങനെയാണ് പാട്രിയാർക്കിയും ജെൻഡറും തമ്മിൽ ലിങ്ക്ഡ് എന്നാണ് നമുക്കിന്ന് നോക്കാൻ പോകുന്നത്. അപ്പോൾ ഇത് രണ്ടും ലിങ്ക്ഡ് ആണ്. എങ്ങനെ? പാട്രിയാർക്കൽ സിസ്റ്റം ഓഫൺ റീഇൻഫോഴ്സ് ആൻഡ് പെർപെക്ച്വേറ്റ് ട്രഡീഷണൽ ജെൻഡർ റോൾസ് ആൻഡ് എക്സ്പെക്റ്റേഷൻസ്. ഒരു പാട്രിയാർക്കൽ സിസ്റ്റം തീരുമാനിക്കും ഓരോ ജെൻഡർ റോൾസും സൊസൈറ്റി. ഇറ്റ്സ് ഒബ്വിയസ്ലി ദ സൊസൈറ്റി ദാറ്റ് ഡിസൈഡ്സ് ദ ജെൻഡർ റോൾസ്. സോഷ്യൽ ആൻഡ് കൾച്ചറൽ എഫക്റ്റ് ഓൺ ജെൻഡർ ഇസ് സോ ഹൈ. ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തു അല്ലേ? ആ ഒരു ജെൻഡർ കൺസ്ട്രക്ഷൻ അവിടെ വരികയാണ്. അങ്ങനെ ഒരു സംഭവം വരുമ്പോൾ ഓരോ ജെൻഡറിനും അതിൻ്റേതായിട്ടുള്ള ബിഹേവിയേഴ്സ്, റോൾസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് ഓൾറെഡി അസൈൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇഫ് വി ടേക്ക് ബയോളജിക്കൽ സെക്സ് എടുത്തു കഴിഞ്ഞാൽ മെൻ ആർ മെയ്ഡ് ടു ഡു സോ ആൻഡ് സോ, ഓർ മെൻ ആർ തോട്ട് ടു ഡു സോ ആൻഡ് സോ, ആൻഡ് വിമൻ ആർ മെയ്ഡ് ടു ഡു സോ ആൻഡ് സോ. അപ്പോൾ സ്ത്രീകൾ ഇങ്ങനെയൊക്കെയാണ്, പുരുഷന്മാർ ഇങ്ങനെയൊക്കെ ചെയ്യും എന്നുള്ള ആ ഒരു ജെൻഡർ കൺസ്ട്രക്ഷൻ പാട്രിയാർക്കിയിലേക്ക് വരികയാണ്. അപ്പോൾ അവിടെ ഡോമിനൻസ് എന്താണ്? ഹൈറാർക്കി വെച്ചിട്ട് മെൻ ആണ് ഓബ്വിയസ്ലി ഡോമിനൻറ്റ്, ബിക്കോസ് ദേ ആർ അസോസിയേറ്റഡ് വിത്ത് സ്ട്രെങ്ത്, ആൻഡ് മെൻ ആർ play the main part in the public sphere, while women are associated with submissiveness, nurturing, private sphere. അപ്പോൾ പബ്ലിക് സ്പിയറിൻ്റെ പാർട്ടാവാൻ മെന്നും പ്രൈവറ്റ് സ്പിയറിൻ്റെ പാർട്ടാവാനേ വിമനും പറ്റുള്ളൂ എന്നാണ് ആ ഒരു സൊസൈറ്റി കൺസ്ട്രക്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു പാട്രിയാർക്കൽ നോം എന്ന് പറയുന്നത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഐ വുഡ് ഗിവ് യു സംതിങ് യു ക്യാൻ ഓൾ റിലേറ്റ് ടു. ലൈക്ക് അറ്റ്ലീസ്റ്റ് സിനിമയിലോ സീരിയലിലോ അല്ലെങ്കിൽ റിയൽ ലൈഫിൽ യു വുഡ് ഹാവ് ഹേർഡ് ദിസ് ഡയലോഗ് ഫ്രം യുവർ മദർ ഓർ സോ സമൺ. നമ്മൾ പെണ്ണുങ്ങളല്ലേ, നമ്മളല്ലേ ഒന്ന് താന്നു കൊടുക്കേണ്ടത്, അല്ലെങ്കിൽ സഹിക്കേണ്ടത്, അല്ലെങ്കിൽ ക്ഷമിക്കേണ്ടത് എന്നുള്ള വാക്കുകൾ. ഇപ്പോൾ ഇഫ് യു ആർ വിമൻ, ഐ നോ ദാറ്റ് ഓൾമോസ്റ്റ്, ഞാൻ സ്റ്റീരിയോടൈപ്പ് ചെയ്യല്ല എന്നാലും, ബട്ട് സ്റ്റിൽ 95% ഓഫ് ദ BEd സ്റ്റുഡൻസ് ആർ വിമൻ. സോ ലിസണിങ് പാർട്ടിസിപ്പൻസും അതാണല്ലോ. സോ യു ക്യാൻ അണ്ടർസ്റ്റാൻഡ് ഓർ റിലേറ്റ് ടു ഇറ്റ്. അപ്പം നമ്മളല്ലേ സഹിക്കേണ്ടത്, ക്ഷമിക്കേണ്ടത്, അല്ലെങ്കിൽ താന്നു കൊടുക്കേണ്ടത് എന്നൊക്കെ ഒരു സ്ത്രീ മറ്റൊരു സ്ത്രീയോട് പറയുമ്പോൾ you should understand that you are being held back, or you are being a complete part of this patriarchal society. Now, hope you understood the link between patriarchy and gender. സോ അവിടെ ഒരു പാട്രിയാർക്കൽ സോഷ്യൽ സർക്കിളിൽ ആ ഒരു നോംസ്, ആ റൂൾസ്, റെഗുലേഷൻസ്, ബിഹേവിയറൽ പാറ്റേൺസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് ഇതൊക്കെ അസൈൻ ചെയ്തിട്ടുണ്ട് ഓൾറെഡി. അപ്പോൾ ഈ ഒരു പാട്രിയാർക്കി എന്തുണ്ടാവും? ജെൻഡർ ഡിസ്പാരിറ്റി കൊണ്ടുവരും.
imbalance between the genders, men holding more power in social, economical and political aspect of the society. അപ്പോൾ അവിടെ വിമൻ ദേ ഫേസ് ലിമിറ്റേഷൻസ്, ദേ ഫേസ് ബാരിയേഴ്സ് ഇൻ വേരിയസ് ആസ്പെക്ട്സ് ഓഫ് ദെയർ ലൈഫ്. അപ്പോൾ എഡ്യൂക്കേഷൻ ആയിക്കോട്ടെ, നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിരുന്നു, വെൻ ഇറ്റ് കംസ് ടു എ ഫാമിലി വിമൻ ആർ given less education than men, even though women seems to be more intelligent, because men are thought to be the breadwinners. അപ്പോൾ അവിടെ ആ ഒരു പാട്രിയാർക്കൽ തോട്ടാണ് അവിടെ. ഈവൻ ദോ ദ വിമൻ ഇൻ ദാറ്റ് ഫാമിലി ഈസ് റെഡി ടു എഡ്യൂക്കേറ്റ് മോർ ഓർ റെഡി ടു സ്റ്റഡി മോർ ഓർ ഇൻ്റലിജൻറ്റ്, ദേ ആർ ഹെൽഡ് ബാക്ക് ബിക്കോസ് ഓഫ് ദാറ്റ് പാട്രിയാർക്കൽ തോട്ട്. അപ്പോൾ അവിടെ ജെൻഡറും പാട്രിയാർക്കിയും തമ്മിലുള്ള ലിങ്ക് വിസിബിൾ ആവാണ്. ആൻഡ് പൊളിറ്റിക്കൽ റെപ്രസെൻറ്റേഷൻ, ഇപ്പോൾ സ്ത്രീകളുടെ സീറ്റ് എന്ന് പറയുന്ന സീറ്റ് സ്പെഷ്യലായിട്ട് കൺസിഡർ ചെയ്യുന്ന ആ സീറ്റിൽ മാത്രമാണ് സ്ത്രീകൾ വരുന്നത്. അപ്പോൾ എന്തുകൊണ്ടാണ്, ലൈക്ക് ദേ ജസ്റ്റ് ട്രൈ ടു ഫിൽ ദ മിനിമം. അപ്പോൾ 100-5 സീറ്റ് മിനിമം സ്ത്രീക്ക് വേണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എലക്ഷൻ കഴിയുമ്പോൾ 100-6 സീറ്റായിരിക്കും മാക്സിമം സ്ത്രീകൾക്ക് ഉണ്ടാവുക. മീൻസ് ജസ്റ്റ് കൺസിഡേർഡ് എ 1 ആസ് എൻ എക്സെപ്ഷൻ, ഒരു എക്സെപ്ഷൻ പോലെ. മീൻസ് ഒരു 5, ആ 5 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5 ഫില്ലാവുള്ളൂ. 12 സീറ്റിൽ 2 സ്ത്രീക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10 ആണുങ്ങളും 2 പെണ്ണുങ്ങളും ആണ് അവിടെ ജയിച്ച് വരുന്നത്. അപ്പോൾ അവിടെയാണ് ആ ഒരു ഇംബാലൻസ് വരുന്നത്, ഹൈറാർക്കിക്കൽ ഇംബാലൻസ് വരുന്നത്. അപ്പോൾ എംപ്ലോയ്മെൻ്റ് ആയിക്കോട്ടെ, എഡ്യൂക്കേഷൻ ആയിക്കോട്ടെ, പൊളിറ്റിക്കൽ റെപ്രസെൻറ്റേഷൻ ആയിക്കോട്ടെ, ഡിസിഷൻ മേക്കിംഗ് ആയിക്കോട്ടെ, ദ പവർ ഈസ് ഗിവൺ ടു മെൻ or the power is taken by the men, and they feel like they are the powerful. And I'll give you one more instance. നമുക്ക് ഇവിടെ വീട്ടിൽ ഇഷ്ടിക വയ്ച്ച് മതിൽ പണിയല്ലെങ്കിൽ അങ്ങനത്തെ സംഭവങ്ങൾക്ക് വരുമ്പോൾ ഒരു ഹെൽപ്പർ സ്ത്രീയും ഉണ്ടാവും, ഒരു മേസ്ത്രി, ഒരു തേക്കുന്ന ആളും ഉണ്ടാവും. ആൻഡ് അവ സ്ത്രീയാണ് അവിടെ സിമെൻറ്റും മണലും വെള്ളവും കൂട്ടുന്നു, അത് മിക്സ് ചെയ്യുന്നു, അത് ചട്ടിയിലാക്കുന്നു, ആൾക്ക് കൊണ്ടു കൊടുക്കുന്നു. ഹി ജസ്റ്റ് സ്റ്റാൻഡ്സ് ദർ ആൻഡ് ഹി ജസ്റ്റ് ഡസ് ഹിസ് വർക്ക്. കൂടുതൽ കാശ് ആ തേക്കുന്ന ആൾക്കാണ്, ഹെൽപ്പർക്കല്ല. സോ ഈവൻ ദോ ദ വർക്ക് ഇസ് അൺഈവൻലി ഡിസ്ട്രിബ്യൂട്ടഡ്, ആ ഒരു എക്സ്റ്റെൻറ്റിൽ കൂടുതൽ പണി ഹെൽപ്പർക്കാണ് ഒബ്വിയസ്ലി, ബട്ട് സ്റ്റിൽ ദ വേജ് ഇസ് ഗോയിങ് ടു ദ മെൻ. അപ്പോൾ അതാണ് ഒരു അൺഈക്വൽ ഇംബാലൻസ് ഇൻ പവർ ഒക്കെ പറയാൻ പറ്റുന്നത്. പിന്നെ വേറൊരു തോട്ട് പ്രോസസ്സ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മെൻ ഇറ്റ് ഈസ് കൺസിഡറബിളി ഓക്കെ ഫോർ എ മെൻ ടു വാക്ക് അറ്റ് 12 o'clock. അപ്പോൾ സ്ത്രീകൾക്ക് അപ്പോൾ ആ 12 മണിക്ക് ഇറങ്ങി നടക്കാൻ പറ്റാത്തതിൻ്റെ ഒരു മെയിൻ റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ദർ ആർ സർട്ടൺ മെൻ ഹു തിങ്ക് ദാറ്റ് ദേ ക്യാൻ ടേക്ക് power over women because in their minds they consider women as the weaker class, and the women itself feels insecure because deep down they are taught to think that they are the weaker class. അപ്പോൾ അവിടെയുള്ള ആ ഒരു ഈവൻ ദ തോട്ട് പ്രോസസ് ഓഫ് ദ പീപ്പിൾ ലിവിങ് ഇൻ എ പാട്രിയാർക്കൽ സൊസൈറ്റി ഈസ് ഇമ്പോർട്ടൻറ്റ്. ഇറ്റ് ഡിഫൈൻസ് ദ ജെൻഡർ റോൾസ്. അപ്പോൾ even the thought process is made or molded in that way, in that fashion, that men are more powerful and women are less powerful, or men have something special in them which women doesn't have. പക്ഷേ we should consider both sides. It is important to note that patriarchy is not beneficial for men either. പുരുഷന്മാർക്കും അത് 100% പാട്രിയാർക്കി നമുക്ക് പറയാൻ പറ്റില്ല ബെനിഫിഷ്യൽ ആണെന്ന്, ബിക്കോസ് ഓഫ് ദ റിജിഡ് എക്സ്പെക്റ്റേഷൻസ് ഓൺ ദ മാസ്കുലിനിറ്റി. ആ ഒരു പീപ്പിൾ എക്സ്പെക്റ്റ് എ ലോട്ട് ഫ്രം മെൻ. ഇഫ് ദ മാൻ ക്രൈസ് ഓൾ ഓഫ് എ സഡൻ ആൻഡ് പീപ്പിൾ അറൗണ്ട് ഹിം feels insecure or uncomfortable mostly, because men are not expected to cry all of a sudden, or men are like പുരുഷന് നല്ല ജോലി ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ മാത്രമാണ് അവന് കല്യാണം കഴിക്കാനായിട്ട് അപ്രോച്ചബിൾ. ലൈക്ക് ഒരു സെറ്റിലാവുക, ജോലിയുണ്ട്. ഹാവ് യു എവർ തോട്ട് ഓഫ് എ മാൻ വിത്ത് നോ ജോബ് going for a marriage proposal and
the bride and the groom, like പെണ്ണിൻ്റെ അച്ഛൻ, ലൈക്ക് വിമൻ്റെ അച്ഛനും അമ്മയും ഒരു ഗവൺമെൻറ് ജോലിയുള്ള പെൺകുട്ടിയാണ്. ആ പെൺകുട്ടീനെ ഈ പണിയില്ലാത്ത ചെക്കന് കെട്ടിച്ചു കൊടുക്കും. സോ so the logic or it doesn't work that way, isn't it? അപ്പോൾ they are expected, men are expected to be in so and so position to get this women, അല്ലേ? If the woman from that house has a government job, she can't settle for a man of lesser status or stature. അപ്പോൾ women expect more from men. So the society, not just women, the society all, when we consider the whole sphere, the society expects a lot from men in a patriarchal society. So it does have a harmful stereotyping, like reinforced toxic masculinity, ഒരു മെൻ്റൽ ഹെൽത്ത് ഇഷ്യൂസും വയലൻസും ഒക്കെ ഒരു നെഗറ്റീവ് ഔട്ട്കമാണ് ഇവിടെ പാട്രിയാർക്കിൽ മെന്നായാലും വിമനായി കഴിഞ്ഞ് കഴിഞ്ഞാലും ഫേസ് ചെയ്യുന്നത്. ഇറ്റ്സ് ട്രൂ ദാറ്റ് വിമൻ ഫേസ് മോർ, ബട്ട് ഇറ്റ് ഡസൻറ്റ് മീൻ ദാറ്റ് മെൻ ഡസൻറ്റ് ഫേസ് എനിത്തിങ്. അതാണ് നമ്മൾ ആ ഒരു പാട്രിയാർക്കി ആൻഡ് ജെൻഡറിൽ അണ്ടർസ്റ്റാൻഡ്. ഇറ്റ്സ് നോട്ട് ഓൾ അബൌട്ട് വിമൻ, ബട്ട് വി ഷുഡ് അണ്ടർസ്റ്റാൻഡ് ദാറ്റ് men also does face some pressure from the society because they're just in a position to do everything and it's optional for women. അപ്പോൾ വിമനത് ഓപ്ഷണൽ ആവുമ്പോൾ അത് പ്രശ്നമാണ്. മെന്നിനത് ലൈക്ക് അത് അടിച്ചമർത്തലാണ്. ലൈക്ക് ഹീ ഈസ് മെയ്ഡ് ടു ഡു ദിസ്, ഓർ it is his duty to do so and so, it is his role, it is his regulation to do so and so. അപ്പോൾ പാട്രിയാർക്കി എന്ന് പറയുന്നത് it is not beneficial for any gender. That is what I am trying to explain. I hope you understood the link between patriarchy and gender. ഇനി status of women in different ages, ancient, medieval and colonial. അപ്പോൾ before talking about the status of women, I need to add one more thing. അപ്പോൾ ഈ ഒരു പാട്രിയാർക്കി ഡിസ്മാൻഡിൽ ചെയ്യാനായിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ജെൻഡർ ഇക്വാലിറ്റി പ്രൊമോട്ട് ചെയ്യണം. ലൈക്ക് റൈറ്റ്സ് ഫോർ എംപവറിങ് വിമൻ, വി ഷുഡ് ഡൂ ദാറ്റ്. ആൻഡ് ഹാംഫുൾ ജെൻഡർ സ്റ്റീരിയോടൈപ്സിനെ നമ്മൾ ബ്രേക്ക് ചെയ്യാൻ ശ്രമിക്കണം, ചലഞ്ച് ചെയ്യാൻ ശ്രമിക്കണം. വിമൻ ഷുഡ് നോട്ട് വാക്ക് ഓൺ ദ റോഡ് ആഫ്റ്റർ 10 എന്ന് പറയുമ്പോൾ ദേ ഷുഡ് walk more, they should enjoy more. Or men should not cry എന്ന് പറയുമ്പോൾ let them be a little more emotional. അവിടെ ഇപ്പം എന്താണ് സംഭവിക്കുന്നത്? ലൈക്ക് വുമണിന് മാത്രമുള്ളതാണ് കിച്ചൺ എന്ന് പറയുമ്പോൾ men just go cook, go clean, go take your broom. So our challenges to destroy the harmful gender stereotype is important for dismantling the patriarchy which is present in our society. We need to work towards a more inclusive and equitable society for people of all genders, not just men or women. I said that in last class. The identities are different and it is a spectrum. So we need to be inclusive for all the spectrum, acceptable to all the spectrum of genders. അപ്പോൾ let's go to the status of women in different ages, ancient, medieval and colonial. അപ്പോൾ ഡിഫറെൻറ്റ് ഏജസിൽ ഡിഫറെൻറ്റ് പ്ലേസസിൽ അതിൻ്റെ ഒരു ഡിഫറൻസ് കാണിക്കും. ഇപ്പോൾ ഏൻഷ്യൻ പീരീഡ് എടുത്തു കഴിഞ്ഞാൽ മെസപ്പൊട്ടോമിയയിലുള്ള പോലെയാവില്ല ഈജിപ്തിൽ, ഗ്രീസിലുള്ള പോലെയാവില്ല റോമിലും ഇന്ത്യയിലും. സോ ദ സ്റ്റാറ്റസ് ചേഞ്ചസ് കൺസിഡറബിളി, isn't it? അപ്പോൾ ചില സിവിലൈസേഷൻസിൽ ലിമിറ്റഡ് റൈറ്റ്സേ വിമൻ ഉണ്ടായിരുന്നുള്ളൂ. ബട്ട് വെൻ വി കൺസിഡർ ലൈക്ക് ഈജിപ്റ്റ് എടുക്കുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദർ ഈസ് എ ഫൈൻ എക്സാമ്പിൾ കോൾഡ് ക്വീൻ ക്ലിയോപാട്ര, അല്ലേ? അപ്പോൾ ഈജിപ്തിലൊരു ഇമ്പോർട്ടൻറ്റ് പവർഫുൾ ഫിഗറാണ് ക്ലിയോപാട്ര എന്ന് പറഞ്ഞിട്ടുള്ള
എന്താണ് ക്വീൻ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ എംപ്രസ് വ്യൂ ഷെൻടൈൻ ഇൻ ഏൻഷ്യൻ ചൈന. അതൊക്കെ നോട്ടബിൾ ഫീമെയിൽ ലീഡേഴ്സാണ്. സോ ഇൻ ഏൻഷ്യൻറ്റ് സൊസൈറ്റി ആൻഡ് വെൻ വി കൺസിഡർ ഏൻഷ്യൻറ്റ് ഇന്ത്യ ഇറ്റ് സെൽഫ്, ഇറ്റ് വാസ് മച്ച് ബെറ്റർ പ്ലേസ് ഫോർ വിമൻ ടു ബി ബോൺ. സ്ത്രീകൾക്ക് ജനിക്കാൻ പറ്റിയിട്ടുള്ള ഒരു ടൈം ആയിരുന്നു ഏൻഷ്യൻറ്റ് പീരീഡ് എന്നാണ് പറയപ്പെടുന്നത്. വെൻ വി കൺസിഡർ ദ പോസ്റ്റ് കൊളോണിയൽ പീരീഡ്സ് ഓർ ദ പ്രസൻറ്റ് ഡേ modern periods. So like when we say about the ancient India, women had equal rights with men. They had basic rights. They were free to receive education. ഇപ്പോൾ പറഞ്ഞ പോലെ വെൻ വി കൺസിഡർ ദ എപ്പിക്സ് ഓർ റൈറ്റിംഗ്സ് ഓഫ് ദ ടൈം, the powerful figures were Gargi, Maitreyi, Sita, Draupadi, like Alapa. These were all ideal roles for women of that era. And most importantly, in ancient period, they possessed great wealth and property. സ്ത്രീകൾക്ക് അങ്ങനെ പ്രോപ്പർട്ടിയും വെൽത്തും കയ്യിൽ പാടില്ല എന്നുള്ളൊരു തോട്ട് പ്രോസസ്സ് ഉണ്ടായിരുന്നില്ല ഇൻ ഏൻഷ്യൻ പീരീഡ്. ഫോർ എക്സാമ്പിൾ, വെൻ വി കൺസിഡർ ദ വേദാസിൽ തൈത്തിരീയ സംഹിത എന്ന് പറഞ്ഞിട്ടുള്ള വർക്കിൽ വിമൻ ആൻഡ് മെൻ കൺസിഡർഡ് ആസ് 2 wheels ഓഫ് എ കാർട്ട്. ഒരു കാർട്ടിൻ്റെ ഡിഫറെൻറ്റ് 2 wheels, 2-wheeler കാർട്ടിൽ ലൈക്ക് ദേ വർ കൺസിഡർഡ് പ്യുവർലി ഈക്വൽസ് എന്നാണ് പറയുന്നത്. ആൻഡ് അറ്റ് ദാറ്റ് ടൈം ലൈക്ക് ദർ ഇസ് അനദർ എക്സാമ്പിൾ. Society at that time considered woman as ജനനി. ജനനി മീൻസ് മദർ. ഒരു മദർ ഫിഗർ ആയിട്ടാണ് സ്ത്രീയെ കൺസിഡർ ചെയ്തിരുന്നത്. ഏൻഷ്യൻ ടൈംസ് ലൈക്ക് ഭാരത് മാതാ എന്നാണ് പറഞ്ഞിരുന്നത്. ഭാരത് മാതാ കി ജയ് എന്നാണ് നമ്മളിപ്പോഴും പറയുന്നത്, ഭാരത് പിതാ കി എന്നല്ല. ലൈക്ക് ഇറ്റ്സ് കൺസിഡേർഡ് ടു ബി, വിമൻ വർ കൺസിഡേർഡ് ടു ബി ഡെയിറ്റി, എ goddess. ആൻഡ് ഈവൻ വുമൻ ഫിഗേഴ്സ് ഓർ വുമൻ reproductive genitals were worshipped at a time because it is considered to be a source of life, giving life, because they had the power to give life. അപ്പോൾ ഒരു പീരീഡിൽ, ഏൻഷ്യൻ പീരീഡിൽ, they had held a high status in the society because people considered them as someone of great importance, much higher than that of men also. അപ്പോൾ ആ ഒരു സ്റ്റേജ് ഉണ്ടായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. ഹിന്ദു സ്ക്രിപ്റ്റ്സിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ വിമൻ ആർ ഒബ്വിയസ്ലി കൺസിഡർഡ് ആസ് ദേവീസ്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയാം. ഋഷിയുടെ ഭാര്യ എന്ന് പറയുന്നതിന് ആ വ്യക്തിക്ക് സ്പിരിച്വലായിട്ടുള്ള എല്ലാ ആക്ടിവിറ്റീസിലും പങ്കെടുക്കായിരുന്നു. ആൻഡ് this person was considered as rightly half of that person. അർദ്ധാംഗിനി എന്നാണ് പറഞ്ഞത്. അർദ്ധാംഗിനി എന്നുള്ള പേരാണ് ഉണ്ടായിരുന്നത്. അർദ്ധാംഗിനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബെറ്റർ ഹാഫ് എന്നാണ് അർത്ഥം. സോ ഇൻ ഏൻഷ്യൻ പീരീഡ്സ് ദേ were rightly considered as better halves. It was the best age for women to be born എന്നാണ് പറയപ്പെടുന്നത്. ഏൻഷ്യൻ്റ് പീരീഡ് ഒബ്വിയസ്ലി we just tried digging deep on ancient India. അപ്പോൾ മിഡീവിയൽ പീരീഡിലോട്ട് വരുമ്പോഴേക്കും അപ്പോൾ അവിടെ ഫോറിൻ ഇൻഫ്ലുവൻസസ് വന്നു. ഋഗ്വേദിക് ഐഡിയൽസ് ഒന്നും ഉണ്ടായിരുന്നില്ല. ലൈക്ക് ഏൻഷ്യൻ പീരീഡിൽ ആ ഒരു വേദിക് തോട്ട്സ് ആൻഡ് ഐഡിയാസ് ആയിരുന്നു. ആ വേദിക് ബിലീഫ് ദാറ്റ് വിമൻ ആൻഡ് മെൻ ആർ ഈക്വൽ ഓർ വിമൻ വാസ് സുപ്പീരിയർ ടു മെൻ എന്നുള്ള തോട്ട് പ്രോസസ്സൊക്കെ പോയി ഫോറിൻ ഇൻഫ്ലുവൻസ് മിഡീവിയൽ പീരീഡിലേക്ക് വന്നപ്പോൾ ആ ഒരു ഋഗ്വേദിക് ഐഡിയൽ ഓഫ് ഫെയർനെസ് ആൻഡ് ഹാർമണി ഉണ്ടായിരുന്നില്ല. During that time, medieval period, it was pretty hard for a woman to live because വേദാസ് പഠിക്കാനുള്ള ഒരു ഇതവർക്ക് കൊടുത്തിരുന്നില്ല, ഫ്രീഡം അവർക്ക് കൊടുത്തിരുന്നില്ല. മന്ത്രാസ് റിസൈറ്റ് ചെയ്യാനോ പ്രാക്ടീസ് ചെയ്യാനോ ആ പീരീഡ് തൊട്ടിട്ടാണ് ലൈക്ക് വിമൻ്റെ ആ ഒരു താഴ്ച വന്നു തുടങ്ങിയത്.
like after that only men, ഇപ്പോൾ still now when we think about it, only men are now doing the ceremonies or pujas or things like that, because from that medieval period onwards women were deprived to do this practices of Vedic rituals or Vedic mantras. They were also made to get married early. അതുപോലെ തന്നെ ഡൊമസ്റ്റിക് ലൈഫിൽ ഇൻവോൾവ് ചെയ്യുക, ലൈക്ക് ദേ വർ മെയ്ഡ് ടു കൺസിഡർ ടു ബി അറ്റ് ഡിവോഷൻ, ഇൻഡിസ്പോസിബിൾ ഡിവോഷൻ ടു ദെയർ ഹസ്ബൻഡ്സ് ഒക്കെ കാണിക്കാൻ ഉള്ള സംഭവം. പിന്നെ പർദ സിസ്റ്റം വരുന്നു, നോട്ട് ജസ്റ്റ് ഫോർ മുസ്ലിംസ്. ഓക്കെ, അപ്പോൾ നമ്മൾ നോർത്ത് ഇന്ത്യയിലേക്കൊക്കെ സ്ത്രീകളെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അവർ തലയിൽ കൂടെ ഷോൾ ഇടുന്നത് കാണാം. ലൈക്ക് ദാറ്റ് കൈൻഡ് ഓഫ് സിസ്റ്റം, ഒരു റെസ്പെക്റ്റ് കാണിക്കുക അല്ലെങ്കിൽ ഒരു കുലസ്ത്രീ എന്നുള്ള ഒരു തോട്ട് പ്രോസസ്സ് കാണിക്കാൻ വേണ്ടിയിട്ട് ആ ഒരു പർദ സിസ്റ്റം പോലത്തെ സംഭവം. പിന്നെ ഇതുപോലെ സതി സിസ്റ്റം, രജ്പുട്സിൻ്റെ ജോഹർ സിസ്റ്റം എന്നാണ്. അതായത് അവർ ആണുങ്ങൾ യുദ്ധത്തിന് പോയി അവർ ഏകദേശം യുദ്ധം തോൽക്കാറായി അവർ മരിച്ചു എന്നുള്ള ന്യൂസൊക്കെ കേൾക്കുമ്പോഴേക്കും സ്ത്രീകളെല്ലാവരും കൂടിയിട്ട് ആത്മഹത്യ ചെയ്യുക. പുരുഷനില്ലാതെ സ്ത്രീക്ക് ജീവിക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ പുരുഷൻ വേണം ഒരു സ്ത്രീക്ക് ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകാൻ എന്നുള്ളൊരു തോട്ട്. വിഡോ റീമാരേജ് ഇല്ല, സ്ത്രീകൾ അപ്പം തന്നെ പുരുഷൻ പോകുന്നതോട് കൂടിയിട്ട് ആ വഴിക്ക് അങ്ങോട്ട് പോകണം എന്നുള്ള തോട്ട് പ്രോസസ്സൊക്കെ. ബിക്കോസ് ഇൻ ദാറ്റ് പീരീഡ് വുമൺ were considered so much inferior to men that people strongly believed that women needs men and it's fine if men doesn't have women. അപ്പോൾ ആ ഒരു തോട്ട് പ്രോസസ്സാണ്. അപ്പോൾ ആ സമയത്ത് ഒരു പാരൻസിന് ഗേൾ ചൈൽഡ് ഉണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ദി ഫീൽ ഷെയിംഫുൾ. അതൊരു ബേർഡനാണ് അല്ലേ, ഈ കുട്ടീനെ ഇനിയിപ്പോൾ കല്യാണം കഴിപ്പിക്കേണ്ട. പിന്നെ ചൈൽഡ് മാരേജൊക്കെ ആ സമയത്ത് ഭയങ്കരമായിട്ട് കൂടുതലാണ്. എന്തുകൊണ്ടാണ് ചൈൽഡ് മാരേജ്? ഇത്രയും കൂടി കുട്ടി വളർന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ പെണ്ണല്ലേ, അവൾ പ്രശ്നം ഉണ്ടാക്കും. അപ്പോൾ ആ ഒരു സ്കാൻഡലസ് വർക്ക്സ് ഇത്രയും കൂടി ഓൾഡായി കഴിഞ്ഞാൽ ചെയ്യും. അതുകൊണ്ട് നേരത്തെ കല്യാണം കഴിപ്പിച്ചയച്ചാൽ ആ ബാധ്യത അങ്ങോട്ട് തീർക്കുക. ഇറ്റ് ഈസ് ദ എക്സാക്ട് വേർഡ്, ബാധ്യത തീർക്കുക എന്നുള്ള ഒരു തോട്ട് പ്രോസസ്സിലോട്ട് വന്നു. എന്തുകൊണ്ടാണ്? ദേ ജസ്റ്റ് ബിലീവ്ഡ് ദാറ്റ് വുമൺ ഓഫ് സർട്ടൺ ഏജ് ബിഹേവ് ഇൻ സോ ആൻഡ് സോ സ്കാൻഡലസ് വേസ്. അപ്പോൾ അത് ആ സമയത്തുള്ള സൊസൈറ്റിയുടെ ഒരു തോട്ട് പ്രോസസ്സാണ്. സൊസൈറ്റി തീരുമാനിക്കുന്നതാണല്ലോ. ഇപ്പോൾ ജെൻഡർ റോൾസ് സൊസൈറ്റി തീരുമാനിക്കുകയാണ്. മനസ്സിലായില്ലേ വൈ വി ആർ ഡീലിംഗ് വിത്ത് ദീസ് കൈൻഡ് ഓഫ് ആസ്പെക്ട്സ്. അപ്പോൾ ആ ഒരു ജെൻഡർ റോൾ അവിടെ സൊസൈറ്റി തീരുമാനിച്ചു വെച്ചിരിക്കുകയാണ്. ദാറ്റ് വുമൺ ഓഫ് ആഫ്റ്റർ സർട്ടൺ ഏജ് ഡസ് സ്കാൻഡലസ് തിങ്സ്. മെൻ ചെയ്യും, എന്നാലും മെൻ ആർ മെൻ അല്ലേ, മെൻ വിൽ ബി മെൻ എന്ന് പറയുന്നത് പോലെയുള്ള തോട്ട് പ്രോസസ്സാണ്. വിഡോ റീമാരേജ് ഇല്ല, ഫെയ്ഡ് വൈറ്റ് ക്ലോത്ത്സ് ഇട്ടിട്ട് നിൽക്കുക, അങ്ങനത്തെ ഓരോ ആ സമയത്തുള്ള സോഷ്യൽ നോംസ് ഇൻഫ്ലുവൻസ്ഡ് ആയിട്ട് കുറേ കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതാണ്. ഭയങ്കരമായിട്ട് റെസ്ട്രിക്ഷൻസ് ഉണ്ടാവുകയാണ്. ഒരു ഹസ്ബൻഡിനോട് ഒബീഡിയൻസ് കാണിക്കുന്നു. പൊളിറ്റിക്സ്, കൾച്ചർ, റിലീജിയൻ ഇതിലൊന്നും സ്ത്രീകൾക്ക് ഇൻഫ്ലുവൻസ് ഇല്ല. ഫുൾ കൺസ്ട്രെയിൻസോട് കൂടിയിട്ടുള്ള ഒരു ടൈമായിരുന്നു മിഡീവിയൽ പീരീഡ് എന്ന് പറയുന്നത്. അവിടെ പുരുഷൻ മാത്രമാണ്, സ്ത്രീ അതിൻ്റെ ഇടയിൽ വേറെ ഒരു ജെൻഡർ സ്പെക്ട്രമും ഇല്ല. ബാക്കി എല്ലാ സ്പെക്ട്രത്തിനും എടുത്തങ്ങോട്ട് വലിച്ചെറിയുക എന്നുള്ള തോട്ട് പ്രോസസ്സായിരുന്നു. ഇഫ് ഐ ഐഡൻറ്റിഫൈ മൈസെൽഫ് ആസ് എ ട്രാൻസ് ഡ്യൂറിങ് ദാറ്റ് പീരീഡ് ഐ എം ഡെഡ്. അപ്പം അങ്ങനെ മെൻ മാത്രമുള്ളൊരു സൊസൈറ്റി, അല്ലെങ്കിൽ മെന്നിന് മാത്രം സ്ഥാനമുള്ളൊരു സൊസൈറ്റി ആയിരുന്നു മെഡീവിയൽ പീരീഡ്. ഇനി ലാസ്റ്റ് കൊളോണിയൽ പീരീഡിലോട്ട് വരുമ്പോൾ യൂറോപ്യൻ പവേഴ്സ്, അമേരിക്ക, ആഫ്രിക്ക, ഏഷ്യ, ഇതൊക്കെ ടെറിട്ടറീസൊക്കെ കൺട്രോളിൽ എടുത്തിട്ടുള്ള സമയത്ത് പല ഭാഗത്തും പല രീതിയിലാണ് പല ആസ്പെക്ട്സ്. മൊത്തത്തിൽ നമ്മൾ പറയുമ്പോൾ ആ ഒരു സ്ത്രീകൾക്ക് ഇത്രയും കൂടിയൊക്കെ ബെറ്റർ മിഡീവിയൽ പീരീഡിനെ വെച്ച് നോക്കുമ്പോൾ ബെറ്റർ ആയിട്ടുള്ളൊരു ലൈഫ്സ് ആയിരുന്നു. ബിക്കോസ് ഡ്യൂറിങ് ദാറ്റ് ടൈം the missionaries were in favor of women education. വുമൻ സ്കൂൾ, ഇപ്പോൾ ഇന്ത്യനെ എടുത്ത് നോക്കുകയാണെങ്കിൽ കൽക്കട്ട, ബോംബെ, മദ്രാസ് പോലെയുള്ള സ്ഥലങ്ങളിൽ വിമൻ സ്കൂൾസ് സെറ്റപ്പ് ചെയ്തു. പിന്നെ വെൻ വി ലുക്ക് ഇൻ ടു ദ എഡ്യൂക്കേഷണൽ ഡെസ്പാച്ച് ഓഫ് 1854, അവിടെ ഫീമെയിൽ എഡ്യൂക്കേഷൻ ഒരു വലിയ പ്രഷർ കൊടുത്തിരുന്നു. ആ ഒരു 1854 എഡ്യൂക്കേഷണൽ ഡിസ്പാച്ചിൻ്റെ ഫലമായിട്ട് നമ്പർ ഓഫ് ഗേൾസ് സ്കൂൾസ് വാസ് സെറ്റപ്പ് ഇൻ ഡിഫറെൻറ്റ് പാർട്സ് ഓഫ് ഇന്ത്യ. പിന്നെ കൺവെൻഷൻ ഓൺ ദ
എലിമിനേഷൻ ഓഫ് ഓൾ ഫോംസ് ഓഫ് ഡിസ്ക്രിമിനേഷൻ എഗൻസ്റ്റ് വുമണിൽ CEDW ഒരു ഇമ്പോർട്ടൻറ്റ് ഇനീഷ്യേറ്റീവ് UNO യുണൈറ്റഡ് നേഷൻ ഓർഗനൈസേഷൻസ് കൊണ്ടുവന്നിട്ടുള്ള CEDW അവർ ഹ്യൂമൻ റൈറ്റ്സ് പ്രൊമോട്ട് ചെയ്യുക, ലൈക്ക് ഹ്യൂമൻ റൈറ്റ്സ് ഓഫ് വിമൻ ആൻഡ് ലീഗൽ ആൻഡ് പൊളിറ്റിക്കൽ ഇക്വാലിറ്റി ഫോർ മെൻ ആൻഡ് വുമൺ കൊണ്ടുവന്നു. ആ ഒരു 1940s സ്ട്രഗിൾ, ആ ഒരു ഫൈറ്റായിരുന്നു. And the world has evolved and women can now fight for their own rights. There was time when men came in front and fought for the women rights. വിവേകാനന്ദനാണെങ്കിലും രാജാ റാം മോഹൻ റോയ് ആണെന്ന് വെച്ച് കഴിഞ്ഞാലും സതിക്കെതിരെ അങ്ങനെ ഒരുപാട് പേര് വിമൻ റൈറ്റ്സിന് വേണ്ടിയിട്ട് പൊരുതിയിട്ടുള്ള മെൻ ഉണ്ടായിട്ടുണ്ട്. നൗ ഇസ് എ ടൈം വേർ വിമൻ can fight for their rights, isn't it? So we need to think on the colonial period that it is important to acknowledge that colonialism affected women differentially based on the factors such as race, class, social status. അപ്പോൾ ഇന്ത്യനെ എടുക്കുമ്പോഴാണ് നമുക്കിങ്ങനെ പറയാൻ പറ്റുന്നത് ലൈക്ക് ഇംപ്രൂവ്ഡ് ആയി ഇത്രയും കൂടിയെന്ന്. അപ്പോൾ റേസ്, ക്ലാസ്, സോഷ്യൽ സ്റ്റാറ്റസ് ഒക്കെ വെച്ചിട്ട് ദർ ആർ എ ലോട്ട് ഓഫ് ഡിഫറൻസസ് വെൻ വി കൺസിഡർ ഓൾ ഓഫ് ദീസ്. അപ്പോൾ വാട്ട് വി ഫോർഗെറ്റ് ഈസ് ദാറ്റ് all of this history, when we talk about ancient, medieval or colonial, the focus is on the privileged or the influential women. നമ്മൾ ക്ലിയോപാട്രയുടെ കാര്യം പറഞ്ഞു ഈജിപ്തിലെ, സാധാ സ്ത്രീയെക്കുറിച്ചിട്ടുള്ള കാര്യങ്ങളൊന്നും നമ്മളിവിടെ ഡിസ്കസ് ചെയ്തിട്ടില്ല. അപ്പോൾ ക്ലിയോപാട്രയ്ക്ക് സുഖമായിരുന്നു. ക്ലിയോപാട്ര ആ സമയത്ത് ആ വീട്ടിൽ സ്ത്രീയായിട്ട് ജനിച്ചതുകൊണ്ട് ക്ലിയോപാട്രയ്ക്ക് ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല. ഷി വാസ് മെയ്ഡ് ഇൻ ടു ദ ക്വീൻ ഓർ ദ ഫസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പേഴ്സൺ ഓഫ് ഈജിപ്റ്റ് എന്ന്. പക്ഷേ she is privileged, obviously. So the history doesn't much talk about the marginalized. The experience of the marginalized may be less documented. അപ്പോൾ അങ്ങനെ ഒരു ബ്രോഡ് ഓവർവ്യൂ നമുക്ക് അവിടെ കൊടുക്കാൻ പറ്റില്ല. ബട്ട് സ്റ്റിൽ വി ക്യാൻ അണ്ടർസ്റ്റാൻഡ് ദാറ്റ് there has been some kind of changes in the status and contribution. കൾച്ചർ ആയിക്കോട്ടെ, റിലീജിയൻ ആയിക്കോട്ടെ, സോഷ്യൽ നോംസ് ആയിക്കോട്ടെ, men and women stood hand in hand to fight against the women's rights for women empowerment. It is true that there is still inequality in the society. Inequality ഉണ്ട് എന്ന് നമുക്ക് 100% പറയാൻ പറ്റും. Inequality still prevails. But in this society, women enjoys a lot of rights because of the struggle put forward by men and women. വിമൻ കൂടുതൽ ഫൈറ്റ് ചെയ്തതുകൊണ്ടാണ് അവർക്ക് ഇത്രയെങ്കിലും ആ ഒരു മെൻ കൊടുത്ത ഫ്രീഡം കിട്ടിയത്. സോ ഇറ്റ്സ് ലൈക്ക് ആസ്കിങ് ഫോർ സംതിങ് വിച്ച് യു ഓൾറെഡി ഹാവ്. ലൈക്ക് സ്വന്തമായിട്ട് കയ്യിലുള്ളൊരു സാധനത്തിന് വേണ്ടിയിട്ടാണ് സ്ത്രീകൾ തല്ലുകൂടുന്നത് എന്നുള്ളൊരു കോൺസെപ്റ്റാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ലൈക്ക് ദേ ഹാവ് ദ ഫ്രീഡം ബട്ട് സ്റ്റിൽ ദേ ആർ നോട്ട് ഗെറ്റിംഗ് ഇറ്റ്. ദേ നീഡ് ടു ആസ്ക് ഫോർ ഇറ്റ് എന്നുള്ള ആ ഒരു സാഡ് പാട്രിയാർക്കൽ ആയിട്ടുള്ള ഒരു പ്രശ്നമാണ് ഇത് എന്ന് പറയുന്നത്. ലെറ്റ് മീ ഫിനിഷ് ദിസ് വിത്ത് വൺ കോട്ട് ഫ്രം സ്വാമി വിവേകാനന്ദ. There is no chance of welfare of the world unless the condition of women is improved. It is not possible for a bird to fly on one wing. അപ്പോൾ വിവേകാനന്ദൻ വളരെ ബ്യൂട്ടിഫുള്ളായിട്ട് പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്. ഒറ്റ ചിറകിൽ ഒരു കിളിക്ക് പറക്കാനാവില്ല. അപ്പോൾ കിളി എന്ന് പറയുന്നത് ലോകത്തെയാണ് അല്ലെങ്കിൽ ഒരു രാഷ്ട്രത്തെയാണ് പറയുന്നത്. രണ്ട് ചിറകും വേണം. മെൻ ആൻഡ് വിമൻ ഷുഡ് വർക്ക് ടുഗെദർ ഇൻ സെയിം ഫോഴ്സ് ആൻഡ് എഫേർട്ട് to make or develop the world, the country. അപ്പോൾ ഒരു കിളിക്ക് എങ്ങനെയാണോ രണ്ട് ചിറകും ഇമ്പോർട്ടൻ്റ്, അതേപോലെയാണ് ആ ഒരു രാഷ്ട്രത്തിന് അല്ലെങ്കിൽ ലോകത്തിന് സ്ത്രീയും പുരുഷനും ഇമ്പോർട്ടൻ്റ്. എന്നാണോ ഇത് രണ്ടും ഒരേപോലെ ചിറകിട്ട് പറക്കാൻ തുടങ്ങുന്നത് അന്ന് ലോകം വളരെയധികം മെച്ചപ്പെടും എന്നാണ് സ്വാമി വിവേകാനന്ദൻ പറഞ്ഞത്. ഐ ഹോപ്പ് യു അണ്ടർസ്റ്റുഡ് all about patriarchy and gender, their link, and the status of women in different ages, ancient, medieval, and colonial.
ഏൻഷ്യൻ മിഡീവിയൽ ആൻഡ് കൊളോണിയലിൻ്റെ ഹിസ്റ്റോറിക്കൽ പെർസ്പെക്റ്റീവ്സ് ചോദ്യം ഒരുപാട് തവണ വന്നിട്ടുള്ളതാണ്. ഹിസ്റ്റോറിക്കൽ പെർസ്പെക്റ്റീവ്സ് നോട്ട് ചെയ്യുക. താങ്ക് യു.